ഹായ് ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ 2024 കഴിഞ്ഞു, പുതിയൊരു വർഷം തുടങ്ങി. പുതിയ പ്രതീക്ഷകളൊക്കെ ആയിട്ട് നമ്മൾ ഇരിക്കുകയായിരിക്കും അല്ലേ. ഞാനും അതെ, പുതിയ പ്രതീക്ഷകളും പ്ലാനിങ്സും ഒക്കെ ആയിട്ട് ഇറങ്ങി തിരിച്ചിട്ടുണ്ട്. അപ്പോൾ പലർക്കും 2024 എന്ന് പറഞ്ഞാൽ ചില കാര്യങ്ങളൊക്കെ സാധിച്ചതും സാധിക്കാതെ പോയതുമായിട്ടുള്ള അങ്ങനെ പല രീതിയിലും ആയിരിക്കും അല്ലേ. എനിക്കും അങ്ങനെ തന്നെയാണ്. പ്രതീക്ഷിക്കാത്ത കുറേ കാര്യങ്ങൾ കടന്നു വന്നു, പ്രതീക്ഷിച്ച കുറേ കാര്യങ്ങൾ നടന്നില്ല, കുറേ പ്ലാനിങ്സ് ഒക്കെ തെറ്റിപ്പോയി. ഇനിയിപ്പോൾ അതൊന്നും ഓർത്തുകൊണ്ടിരിക്കേണ്ട കാര്യം നമുക്കില്ല അല്ലേ. കാരണം ഇനിയൊരു പുതിയ വർഷമാണ്, പുതിയ കുറേ കാര്യങ്ങൾ ചെയ്യാനായിട്ട് കുറേ ദിവസങ്ങൾ നമ്മുടെ മുന്നിൽ ഇങ്ങനെ കിടപ്പുണ്ട്. അപ്പം നമുക്ക് അതിന് വേണ്ടിയിട്ടൊക്കെ പ്ലാൻ ചെയ്യാം അല്ലേ. ഇപ്പം നമ്മൾ പഠിക്കുന്നവരെ സംബന്ധിച്ചാണെങ്കിൽ നമുക്കൊരു കറക്റ്റ് ഒരു സ്റ്റഡി റുട്ടീനൊക്കെ കീപ്പ് ചെയ്ത് നല്ല രീതിയിൽ പഠിച്ചു പോവേണ്ടിയിരിക്കുന്നു. അങ്ങനെയൊക്കെ തന്നെയാണ് ഒരു 2025 പ്രതീക്ഷിച്ചിരിക്കുന്നത്. പിന്നെ നമ്മളെ വെയിറ്റ് ചെയ്ത് കുറേ എക്സാമുകൾ വരാനുണ്ട്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ്, VFA, അങ്ങനെ ഒത്തിരി എക്സാമുകൾ നമ്മളെ വെയിറ്റ് ചെയ്തിരിപ്പുണ്ട്. അപ്പം നമുക്ക് ഒരു കറക്റ്റ് റുട്ടീൻ വെച്ചത് പഠിച്ച് പോയി സിലബസൊക്കെ കംപ്ലീറ്റ് ചെയ്യണം. പിന്നെ ഇപ്പം ജേർണലിംഗ് ഒക്കെ എഴുതുന്നവരാണെങ്കിൽ അതൊക്കെ ഒന്ന് കറക്റ്റായിട്ട് എഴുതി ഒരു ഹാബിറ്റ് ഉണ്ടാക്കി എടുക്കുകയാണെങ്കിൽ അതൊത്തിരി നമ്മുടെ ക്യാരക്ടറിനെ ചേഞ്ച് ചെയ്യാനായിട്ട് സമ്മതിക്കും. ഇപ്പം ഞാൻ ചെറുതായിട്ട് ജേർണലിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ഒത്തിരി ട്രാക്കേഴ്സൊക്കെ ഉണ്ട്. അത് നമ്മളെ എന്താ പറയുക, ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ മൂഡ് ട്രാക്കർ, ഹാബിറ്റ് ട്രാക്കർ, സ്റ്റഡി ട്രാക്കർ. അപ്പോൾ അതൊക്കെ ഒന്ന് ഇത് കറക്റ്റായിട്ട് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പരമാവധി ട്രൈ ചെയ്യും. പിന്നെ നമ്മുടെ പഠനത്തിൻ്റെ കൂടെ തന്നെ നമുക്കതൊക്കെ കൊണ്ടുപോകാവുന്നതേ ഉള്ളൂ. കാരണം അതിനൊക്കെ ഒത്തിരി ടൈമൊന്നും നമുക്ക് ആവശ്യമില്ല. ഒരു കുറച്ച് സമയം മതി. രാവിലെ കൂടിപ്പോയ ഒരു 10 മിനിറ്റ്, വൈകുന്നേരം ഒരു 10, അല്ലെങ്കിൽ ഈവനിങ് രാത്രിക്കാണ് ചെയ്യുന്നതെങ്കിൽ നൈറ്റ് ഒരു 10 മിനിറ്റ്, അത്രയൊക്കെ തന്നെ നമുക്ക് ആവശ്യം വരത്തുള്ളൂ. കാരണം അതൊക്കെ അതിനകത്ത് ഒത്തിരി കാര്യങ്ങളുണ്ട്. മീൻസ് ജേർണലിനെ കുറിച്ച് അറിയാത്തവർക്കാണ് പറയുന്നത്. ഒത്തിരി പേജസ് നമ്മൾ തന്നെ, നമ്മുടെ മനസ്സാണത്. മീൻസ് നമ്മൾ അതിനകത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുന്നു. കുറച്ച് വിഷ് ലിസ്റ്റ്, അല്ലെങ്കിൽ ഒരു വിഷൻ ബോർഡ്, കുറച്ച് ഗ്രാറ്റിറ്റ്യൂഡ്, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ റൈറ്റ് ഡൗൺ ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് നമ്മുടെ മനസ്സിലെ കാര്യങ്ങൾ നമ്മൾ റൈറ്റ് ഡൗൺ ചെയ്യുന്നത് കൊണ്ട് ഭയങ്കര ഗുണമുണ്ട് കേട്ടോ. കാരണം അതൊരു എന്താ പറയുക, ഇപ്പോൾ ഒരു ഗ്രാറ്റിറ്റ്യൂഡിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾക്ക് കിട്ടുന്ന കുറച്ച് കാര്യങ്ങൾ നമ്മളെല്ലാത്തിനോടും താങ്ക്ഫുള്ളായിട്ട് അതിങ്ങനെ എഴുതി വെക്കുമ്പോൾ അതിൻ്റെയൊക്കെ ഒരു എണ്ണം വർദ്ധിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം പോസിറ്റീവ് വൈബ് നമുക്ക് അതിലൂടെയൊക്കെ ഇങ്ങനെ കിട്ടും. പിന്നെ വിഷ് ലിസ്റ്റ് അല്ലെങ്കിൽ നമ്മുടെ കുറേ ഗോൾസ്, പ്ലാൻസ്, നമ്മളൊക്കെ അതൊക്കെ ഇങ്ങനെ എഴുതി വെച്ച് ഇടയ്ക്ക് അതൊക്കെ ഇങ്ങനെ എടുത്ത് മറിച്ച് നോക്കണം. മറിച്ച് നോക്കിയിട്ട് നമുക്കത് ചെയ്യാനായിട്ട് നമ്മൾ ട്രൈ ചെയ്യണം. ട്രൈ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ട്രൈ ചെയ്യാമെന്ന് പറയാമല്ലോ. കിട്ടുമോ കിട്ടാണ്ടിരിക്കുമോ, പോകാണ്ടിരിക്കുമോ, വരാണ്ടിരിക്കുമോ, അതൊക്കെ അതിൻ്റെ വഴിക്ക് നടക്കട്ടെ. പക്ഷേ നമുക്ക് ശ്രമിക്കാമല്ലോ ഒരു കാര്യങ്ങൾ. നമ്മൾ ശ്രമിക്കുക. ഇപ്പോൾ പഠനത്തിനാണെങ്കിലും നമ്മൾ നമ്മുടെ മാക്സിമം ശ്രമിക്കുക. പിന്നീട് നമുക്കൊരു റിഗ്രഷൻ ഉണ്ടാവരുത്, അല്ലെങ്കിൽ നമ്മൾ റിഗ്രറ്റ് ചെയ്യരുത്. അയ്യോ, എനിക്കത് കുറച്ചുകൂടെ ട്രൈ ചെയ്യാമായിരുന്നു, കുറച്ചുകൂടെ നല്ല രീതിയിൽ നോക്കാമായിരുന്നു, അല്ലെങ്കിൽ ആ ഒരു ഭാഗം ആഴത്തിൽ പഠിച്ചിരുന്നെങ്കിൽ എനിക്ക് ഉറപ്പായിട്ടും ആ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാമായിരുന്നു. അങ്ങനെയൊക്കെ ഞാൻ എപ്പോഴും വിചാരിക്കുന്നതാണ്. എക്സാം കഴിഞ്ഞ് വരുമ്പോൾ ചോദിക്കും, ദൈവമേ അത് കുറച്ചും കൂടി പഠിച്ചാൽ മതിയായിരുന്നു, എന്നാൽ എനിക്കത് കിട്ടുമായിരുന്നു. എപ്പോഴും ഒരു കൺഫ്യൂസ്ഡൊക്കെ ആവാറില്ലേ നമ്മൾ. അപ്പം നമുക്ക് നമ്മുടെ പഠനത്തിനാണെങ്കിലും എല്ലാ കാര്യത്തിലാണെങ്കിലും നമുക്ക് ട്രൈ ചെയ്യാം. നമ്മുടെ 100% നമുക്ക് അവിടെ കൊടുത്തു നോക്കാം. കൊടുത്തു കഴിഞ്ഞിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ അത് നമ്മുടെ ലക്കായിട്ട് തന്നെ കാണാം, ബാഡ് ലക്കായിട്ട് തന്നെ നമ്മൾ കാണണം. കിട്ടാണ്ടിരിക്കില്ല. നമ്മൾ മാക്സിമം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താണെങ്കിലും കിട്ടാണ്ടിരിക്കില്ല. അങ്ങനെയാണ് അതിൻ്റെ ഒരു പ്രപഞ്ച സത്യം എന്ന് പറയുന്നത്. അപ്പം അങ്ങനെയൊക്കെ കുറേ പ്ലാൻസും കാര്യങ്ങളൊക്കെ നമുക്ക് എടുക്കാം. പിന്നെ എല്ലാവർക്കും ഉണ്ടാവില്ലേ കുറേ ന്യൂ ഇയർ റെസൊല്യൂഷൻസ് എനിക്കും ഉണ്ട്. പക്ഷേ അത് എല്ലാം ഒന്നും നമുക്ക് അക്കംപ്ലിഷ് ചെയ്യാൻ ചിലപ്പം സാധിക്കാണ്ടിരിക്കാം. പിന്നെ കുറേ പേരുണ്ടാവും, മീൻസ് ഞാനോട് ഉൾപ്പെടെ കഴിഞ്ഞ തവണത്തെ കുറേ കാര്യങ്ങളും കിട്ടാതെ പോയ കാര്യങ്ങളും കൂടെ ഇപ്രാവശ്യം ആഡ് ചെയ്തിട്ട് ട്രൈ ചെയ്യുന്നത്. നമുക്ക് ശ്രമിച്ച് നോക്കാം അല്ലേ. എല്ലാം ഒരു പ്രതീക്ഷയിലാണല്ലോ നമ്മുടെ ലൈഫ് തന്നെ. പിന്നെ ജേർണലിങ്ങിൻ്റെയൊക്കെ കാര്യം പറയുകയാണെങ്കിൽ നമ്മളതൊക്കെ എഴുതി കഴിഞ്ഞ് നമ്മളിങ്ങനെ അതെടുത്ത് നോക്കിക്കഴിയുമ്പോൾ നമുക്കതിൽ നിന്ന് ഭയങ്കര പോസിറ്റീവായിട്ടുള്ള എനർജി കിട്ടും. പിന്നെ നമ്മൾ സാഹചര്യങ്ങളുണ്ട്, ചില സാഹചര്യങ്ങളൊക്കെ നമ്മുടെ പാടെ സങ്കടത്തിലാഴ്ത്തും. ചിലപ്പോൾ പൊട്ടിക്കരയാനൊക്കെ തോന്നൂലേ. ഞാനൊക്കെ ചിലപ്പോൾ പൊട്ടിക്കരഞ്ഞിട്ടുണ്ട് കേട്ടോ. അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ. മീൻസ് അങ്ങനെയൊക്കെ ഉണ്ടായതിൽ നിന്നും കുഞ്ഞു ഇതുപോലുള്ള കാര്യങ്ങളിലൂടെ നമ്മുടെ മനസ്സിനെ നമുക്ക് ഫ്രീ ആക്കാൻ പറ്റും, മനസ്സിനെ നമുക്ക് സന്തോഷിപ്പിക്കാൻ പറ്റും. ആദ്യം മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് സന്തോഷം കൊണ്ടുവരാൻ ഈ ലോകത്തിൽ
വേറെ ആരെക്കാട്ടും കഴിയുന്നത് നമുക്കാണ്. നമ്മുടെ മനസ്സിനെ ആ ഒരു രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. നമ്മുടെ മനസ്സിനെ നമുക്ക് ഹാപ്പിയാക്കാൻ നമ്മുടെ പ്രവൃത്തിയിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. നമുക്കാണ് ഏറ്റവും കൂടുതൽ നമ്മളെ സന്തോഷിപ്പിക്കാൻ കഴിയുന്നതെന്നും നമുക്ക് മനസ്സിലാക്കണം. ഒരു സെൽഫ് ലവ് ഉണ്ടാവണം, സെൽഫ് കെയർ ഉണ്ടാവണം. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ജേർണലിങ്ങിലൂടെ അതൊക്കെ നമുക്ക് സാധിക്കും കേട്ടോ. കുറേ കാര്യം നമ്മൾ റുട്ടീനായിട്ട് നമ്മൾ ചെയ്തു പോകും. ഇപ്പോൾ എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് HB ലോ ആണ്. അപ്പോൾ എനിക്ക് അയൺ ടാബ്ലറ്റ് എടുക്കണം. ഞാനത് കഴിക്കുകയില്ല, സ്കിപ്പ് ചെയ്ത് വിടും, അല്ലെങ്കിൽ ഞാൻ ആ കാര്യം മറന്നു പോകും. അപ്പം അങ്ങനെയൊക്കെ ഉള്ളത് ഇങ്ങനെ നോട്ട് ഔട്ട് ചെയ്ത് വെച്ചിട്ട് കറക്റ്റ് ടിക്കൊക്കെ കൊടുത്ത് നമ്മളിങ്ങനെ കറക്റ്റ് നമ്മൾ കുറേ കാര്യങ്ങൾ ഓർമ്മിപ്പിക്കും. നമ്മുടെ ഹാബിറ്റ് ട്രാക്കറൊക്കെ എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യും, നമ്മുടെ ക്യാരക്ടറിനെ തന്നെ ഇമ്പ്രൂവ് ചെയ്യാൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് സാധിക്കും. അങ്ങനെയൊക്കെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുമെന്ന് വെച്ചാൽ അതിന് വേണ്ടി ഫുൾ ടൈം എടുക്കണമെന്നൊന്നും പറയത്തില്ല. നമ്മുടെ മെയിൻ ഫോക്കസ് എന്ന് പറയുന്നത് പഠനം തന്നെയാണ്. മാക്സിമം പഠിക്കുക എന്ന് തന്നെയാണ് നമ്മുടെ മെയിൻ ഫോക്കസ് എന്ന് പറയുന്നത്. പരമാവധി സിലബസ് കംപ്ലീറ്റ് ചെയ്യുക, പിന്നെ കൂടെ തന്നെ റിവിഷൻ നടത്തുക, ടെസ്റ്റൊക്കെ ചെയ്ത് നോക്കുക, PYQs ചെയ്യുക. അങ്ങനെ കുറേ പ്ലാനിങ്സ് നമുക്ക് പ്ലാൻ ചെയ്ത് 2025 ഏറ്റവും സൂപ്പറാക്കി എടുക്കാൻ നമുക്ക് സാധിക്കണം. ഓരോ ദിവസങ്ങളൊക്കെ വർഷങ്ങളൊക്കെ പെട്ടെന്ന് കടന്നു പോകും. നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. പെട്ടെന്ന് ഒരു ദിവസം എന്നെ സംബന്ധിച്ച് രാവിലെ എണീക്കുന്നത് രാത്രിയാവും. ഇതിൻ്റെ ഇടയ്ക്ക് എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് ഇടയ്ക്ക് ഞാനിങ്ങനെ വിചാരിക്കും. ആക്ച്വലി ഫോൺ യൂസേജൊക്കെ ഞാൻ കുറവാണ്, എന്നിട്ട് കൂടി എന്താണ് ഇങ്ങനെ ഞാൻ എപ്പോഴും ഇങ്ങനെ വിചാരിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ചിലപ്പോൾ വളരെ ബിസി ആയിരിക്കും. കാണുന്നവർക്കൊന്നും ചിലപ്പോൾ മനസ്സിലാകത്തില്ല. പക്ഷെ നമ്മുടെ ബിസീൻ്റെ ഇടയിൽ നമ്മുടെ എയിമിനെക്കുറിച്ച് നമ്മുടെ ലക്ഷ്യത്തിനെക്കുറിച്ച് നല്ല ചിന്ത വേണം. ലക്ഷ്യബോധമുള്ളവരായിട്ട് തീരണം നമ്മൾ. ആ ചിന്ത എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടായിട്ട് വേണം നമ്മൾ അതനുസരിച്ച് പ്രവർത്തിക്കാനായിട്ട്. അതിൻ്റെ ഇടയിലുണ്ടാകുന്ന ഡിസ്ട്രാക്ഷൻസിനെ വേണ്ടാത്ത ഡിസ്ട്രാക്ഷൻസാണ് നമ്മൾ പാടെ അതിനെ ഒഴിവാക്കണം. ഇത് നമുക്ക് ഒട്ടും ഒഴിവാക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്. അതിൻ്റെ ഇടയിൽ കൂടി എപ്പോഴെങ്കിലും കുറച്ച് സമയം നമുക്ക് വേണ്ടി മാറ്റി വയ്ക്കണം, നമ്മുടെ ഫ്യൂച്ചറിന് വേണ്ടി മാറ്റി വെക്കണം. ബാക്കി കമ്മിറ്റ്മെൻറ്റ്സിൻ്റെ കൂടെ പോകുന്നതിനൊപ്പം തന്നെ നമുക്ക് വേണ്ടിയും കുറച്ച് സമയം കണ്ടെത്താൻ നമ്മൾ ശ്രമിക്കണം. കാരണം നാളെ കമ്മിറ്റഡ് ആയിട്ടുള്ളവരൊക്കെ നമ്മളോട് ചോദിക്കും. എക്സാമ്പിളായിട്ട് പറയുന്നത് നമ്മുടെ മക്കൾ വരെ നമ്മളോട് ചോദിക്കും, അമ്മ എന്തൊക്കെയായിരുന്നു അമ്മേ, ഇപ്പം തന്നെ ചോദിക്കില്ലേ ചിലപ്പോൾ. അമ്മയ്ക്ക് പഠിക്കത്തില്ലായിരുന്നു, അമ്മയ്ക്ക് ജോലിക്ക് പോകത്തില്ലായിരുന്നു എന്നൊക്കെ ചിലപ്പോൾ നമ്മളതൊക്കെ കേൾക്കേണ്ടി വരില്ല എന്നൊന്നും നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മളതൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ട് നമുക്ക് വേണ്ടി ടൈം കണ്ടെത്തി നമ്മൾ എന്താണോ ഫോക്കസ് ചെയ്യുന്നത് അതിൻ്റെ ലക്ഷ്യത്തിലെത്തുക. അതിന് വേണ്ടിയിട്ട് നമ്മുടെ മാക്സിമം ട്രൈ ചെയ്യണം. അങ്ങനെയൊക്കെ ഒരു ശുഭപ്രതീക്ഷയോടെ നമുക്ക് ഈ ഒരു വർഷത്തെ വരവേൽക്കാം. അതിനുവേണ്ടി നല്ല രീതിയിൽ പ്രവർത്തിക്കുക. അപ്പോൾ എല്ലാവരും നല്ലോണം പഠിക്കുക. എൻ്റെ മനസ്സിനോടും അത് തന്നെയാണ് പഠിക്കുക. നല്ലോണം പഠിക്കുക, കിട്ടുന്ന സമയമൊക്കെ പഠിച്ചുകൊണ്ടേ ഇരിക്കുക. നമ്മുടെ മുന്നിൽ വേറെ ഡിസ്ട്രാക്ഷൻസ് ഒന്നും ഞാൻ ഇങ്ങനെ പറയുന്ന ദൈവമേ വേറൊന്നും വരില്ലേ, അറിഞ്ഞുകൊണ്ടൊന്നും വരുത്താതെ ഇരിക്കുക. മാക്സിമം പഠിക്കുക, നല്ലോണം അതിനെ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുക. നമുക്ക് കുറച്ച് ഓരോ ടോപ്പിക്കിൻ്റെയൊക്കെ കേസിൽ പറയുകയാണെങ്കിൽ മാത്സ് അങ്ങനെയൊക്കെ പറയുകയാണെങ്കിൽ കിട്ടാത്തതിന് കൂടുതൽ ടൈം അതിന് വേണ്ടി സ്പെൻഡ് ചെയ്ത് അതിനെയൊക്കെ തറവാക്കി എടുക്കുക. ഇത്രയൊക്കെ തന്നെയുള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ. അപ്പോൾ എല്ലാവർക്കും ഒരു പുതുവത്സരാശംസകൾ നേരുന്നു. അപ്പോൾ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരും. അതിങ്ങനെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത്. നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.